ഈ സോയാ ചങ്ക്സ് കൊണ്ട് എന്ത് റെസിപ്പി ട്രൈ ചെയ്താലും ആരും കഴിക്കില്ല കേട്ടോ. എല്ലാവർക്കും ഇത് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഫ്രൈ ചെയ്താലും വരട്ടിയാലും അങ്ങനെ എന്ത് ചെയ്താലും കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇത് ആദ്യം ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, അതുപോലെ കുറച്ച് കാഷ്യൂനട്ട്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും സോയാ ചങ്ക്സ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല പിഴിഞ്ഞ് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല, ചൂടാകുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച സോയാ ചങ്ക്സ് ഇട്ടിട്ട് ഇതിലോട്ട് കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അതായത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യേണ്ടി വരും, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് പിന്നെ ബാക്കിയുള്ള സാധനം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഒന്ന് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കും വേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരു ഭാഗം കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈരും കൂടി ചേർക്കണം കേട്ടോ. തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 8-10 മിനിറ്റ് ആയിട്ട് അത് ഫ്രൈ ചെയ്തിട്ട്, അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക, പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റിൻ്റെ താഴെ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയും മല്ലിയിലയും പച്ചമുളകും സവാളയൊക്കെ ഒന്ന് പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഇത് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ട് തിള വന്ന ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇത് പത്തിരിയുടെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനുള്ള ഒരു കറിയാണ്. കുട്ടികൾ പോലും നല്ല കഴിക്കൂട്ടോ. അത് സോയാ ചങ്ക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അത് സോയാ ചങ്ക്സ് ആണെന്ന് മനസ്സിലാവുക പോലും ഇല്ല, വേറെ എന്തോ ഒരു സംഭവമാണെന്നാണ് വിചാരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് സോയാ ചങ്ക്സ്. എന്തായാലും ഒരു ആഴ്ചയിൽ നമ്മുടെ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക.